താമരശ്ശേരി ഫ്രഷ് കട്ട് അറവ് മാലിന്യ സംസ്കരണ പ്ലാന്റിനെതിരായ കേസിൽ അന്തിമവിധി നാളെയുണ്ടാകും. ജില്ലാ ഭരണകൂടം നടത്തിയ അന്വേഷണ റിപ്പോർട്ട് ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിക്കും. കേസിൽ കമ്പനിക്ക് മലിനീകരണ നിയന്ത്രണ ബോർഡ് നൽകിയ സ്റ്റോപ്പ് മെമ്മോ കോടതി സ്റ്റേ ചെയ്തിരുന്നു. കമ്പനിക്കെതിരെ ഓമശ്ശേരി, താമരശ്ശേരി പഞ്ചായത്തുകളിൽ അന്വേഷണ സമിതിക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. VS രഞ്ജിത്തുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. VS രഞ്ജിത്ത്, നാളെ അറിയാം അല്ലേ ഫ്രഷ് കട്ടിന്റെ ഭാവി? ഡോക്ടർ കുമാർ, ഫ്രഷ് കട്ടിനും സർക്കാരിനും നാളെ നിർണായക ദിവസമാണ്. സർക്കാർ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് നൽകിയിട്ടുള്ള ഒരു സ്റ്റോപ്പ് മെമ്മോ ഹൈക്കോടതി 24 മണിക്കൂറിനുള്ളിലാണ് സ്റ്റേ ചെയ്തത്. ആ സ്റ്റേ ചെയ്ത നടപടി ഇനി തുടരണമോ അല്ലെങ്കിൽ കമ്പനി പൂട്ടണമോ എന്ന കാര്യത്തിൽ തീരുമാനം നാളെ ഉണ്ടാവും. കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് അവിടെ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അംഗങ്ങളും അതുപോലെ ജില്ലാ കലക്ടറുടെ പ്രതിനിധിയായിട്ടുള്ള തഹസിൽദാരും ഒക്കെ അവിടെ വന്ന് പരിശോധന നടത്തി പോയിട്ടുള്ളത്. ആ പരിശോധനാ റിപ്പോർട്ട് ഇന്ന് കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്യും. അതിലിപ്പോൾ ഫാക്ടറിക്ക് നേരത്തെ അനുകൂലമായ ഘടകം കട്ടിപ്പാറ പഞ്ചായത്ത് നൽകിയ റിപ്പോർട്ടായിരുന്നു. ആ റിപ്പോർട്ട് പ്രകാരം അവിടെ പുഴയിൽ മലിനീകരണം നടന്നിട്ടില്ല, വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ അറവ് മാലിന്യങ്ങൾ പുഴയിലേക്ക് ഒഴുകിയിട്ടില്ല എന്നുള്ളതായിരുന്നു റിപ്പോർട്ട്. പക്ഷേ പുതിയ അന്വേഷണം വന്നപ്പോൾ ഈ 2 പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ പുതിയ അംഗങ്ങൾ വന്നപ്പോൾ ഓമശ്ശേരി പഞ്ചായത്തും താമരശ്ശേരി പഞ്ചായത്തും കമ്പനിക്കെതിരെ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും സ്ഥലം MLA ആയിട്ടുള്ള PK ഫിറോസും മുഖ്യമന്ത്രി VD സതീശനും ഒക്കെ നേരത്തെ തന്നെ ഫ്രഷ് കട്ടിനെതിരെ നിലപാട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇനിയിപ്പോൾ ഉദ്യോഗസ്ഥന്മാർ മറിച്ചോ റിപ്പോർട്ട് കൊടുക്കുമോ എന്നൊരാശങ്കയുണ്ട്. ഏതായാലും അത്തരത്തിൽ സംഭവിക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ്. ഭരണതലത്തിലൊക്കെ തന്നെ പൂർണ്ണമായും ഫ്രഷ് കട്ട് വിരുദ്ധമായിട്ടുള്ള നിലപാടാണ്. അതുകൊണ്ട് ആ തരത്തിലായിരിക്കാം റിപ്പോർട്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. താങ്ക് യു. റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കും. താങ്ക് യു. നാളെ വളരെ നിർണായകമാണ് ഫ്രഷ് കട്ടുമായി ബന്ധപ്പെട്ട്.